ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ജീവികളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കിന്ന് മലങ്കാക്കയുടെ സ്വഭാവമാണോ അല്ലെങ്കിൽ പ്രാവിന്റെ സ്വഭാവമാണോ എന്ന് ആത്മശോധന ചെയ്യാം. ചിലർക്ക് ഏതാനും നാൾ പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ ഒരു ധ്യാനം കൂടിയാൽ 2 മാസം മദ്യപിക്കാതിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കൂടി അല്ലെങ്കിൽ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും നാൾ പള്ളിയിൽ പോകും, ഏതാനും നാൾ ജപമാല ചൊല്ലും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ. ഈ സുഖങ്ങളിൽ പാപങ്ങളിൽ തങ്ങി ജീവിക്കുന്ന ഒരു മേഖലയുണ്ട്. സുഖങ്ങളിലും പാപങ്ങളിലും തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് ഈ ഒരു മലങ്കാക്കയുടെ മനോഭാവമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രാവിനെ കുറിച്ച് പറയുന്നത്. ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ടാണ് ഇറങ്ങുന്നത്. ഈ പ്രാവിനെ വിടുമ്പോൾ ഈ പ്രാവിൻ്റെ ബോധ്യമാണ്, ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി നാട് മുഴുവൻ ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരാനുള്ള ആളാണ്. ആ ബോധ്യത്തോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ മനസ്സിലെന്തായിരിക്കണം? തിരിച്ച് ഈ പെട്ടകത്തിലേക്ക് വരണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഉള്ളിൽ ദൈവം നിറഞ്ഞിരുന്നില്ല എങ്കിൽ, ഉള്ളിൽ ദൈവത്തെ ചേർത്ത് വെച്ചില്ല എങ്കിൽ ലോകം നിന്നെ കീഴടക്കാൻ തുടങ്ങും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ജീവികളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കിന്ന് മലങ്കാക്കയുടെ സ്വഭാവമാണോ അല്ലെങ്കിൽ പ്രാവിന്റെ സ്വഭാവമാണോ എന്ന് ആത്മശോധന ചെയ്യാം. ബൈബിളില് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ഈ പേടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ച് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നോഹ തന്റെ പെട്ടകത്തിൽ നിന്ന് ആദ്യം ഇറക്കി വിടുന്നത് മലങ്കാക്കയാണ്. അത് തിരിച്ചു വരുന്നില്ല. എന്നാൽ രണ്ടാമത് ആ പെട്ടകത്തിന്റെ അകത്തു നിന്ന് ഒരു പ്രാവിനെ ഇറക്കി വിട്ടു. അത് അവിടെ നിലത്തിറങ്ങാൻ പറ്റാതെ വീണ്ടും തിരിച്ചു വരുന്നു. മൂന്നാമതായിട്ട് വീണ്ടും പ്രാവിനെ അയക്കുമ്പോൾ അതിൻ്റെ ആ കാലിൽ ഒരു ഇലയുമായിട്ട് വരുമ്പോൾ നോഹയ്ക്ക് തിരിച്ചറിഞ്ഞു ഭൂമിയിൽ ഈ വെള്ളം പറ്റിയെന്ന് പുറത്തേക്ക് ഇറങ്ങാം ദൈവത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ധ്യാനിക്കാനായിട്ട് ഈ മലങ്കാക്കയുടെ അല്ലെങ്കിൽ പ്രാവിൻ്റെ മനോഭാവം ഒരുപക്ഷെ അതൊരു ധ്യാന വിഷയമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തത്, ഈ മലങ്കാക്കയുടെ ഒരു പ്രത്യേകത, ഈ ഭൂമിയിലെ എല്ലാ അശുദ്ധിയും തിന്നുന്ന തിന്മയായിട്ടുള്ള കാര്യം, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷിയാണ്. ഇറങ്ങിപ്പോകുന്ന ഇടം മറക്കുക. അതായത് ഇറക്കി വിട്ടത് ഈ പേടകത്തിൻ്റെ അകത്തുനിന്ന്. നോഹ ഇറക്കി വിട്ടത് എന്നേക്കുമായിട്ട് പോകാൻ വേണ്ടിയല്ല, തിരിച്ച് വന്ന് ഈ ഭൂമിയിലെ സ്ഥിതി അറിയാൻ വേണ്ടിയാണ്. എന്നാൽ ഈ മലങ്കാക്കയുടെ പ്രത്യേകത, ഈ ഇറക്കി വിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്ത് കണ്ട അതിന് പറ്റിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിന് തിന്നാൻ കിട്ടിയപ്പോൾ, അതിന് ജീവിതത്തിൻ്റെ സന്തോഷം വർദ്ധിച്ചപ്പോൾ ഈ തിരിച്ചു പോകേണ്ട ഭവനത്തെ അത് മറന്നു കളഞ്ഞു. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറക്കാൻ തുടങ്ങുന്ന ഒരു മനോഭാവമുണ്ട്. ഇത് ഒരു മലങ്കാക്കയുടെ സ്വഭാവമാണ്. വീണ്ടും പറയുന്നത്, ഏതാനും നാൾ പിടിച്ചു നിൽക്കും, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. ഈ മലങ്കാക്ക ഏതാനും നാളുകൾ, ഏതാണ്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഏതാനും നാളുകൾ ഈ പേടകത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. ചിലർക്ക് ഏതാനും നാൾ പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ ഒരു ധ്യാനം കൂടിയാൽ 2 മാസം മദ്യപിക്കാതിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കൂടി അല്ലെങ്കിൽ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഏതാനും നാൾ പള്ളിയിൽ പോകും, ഏതാനും നാൾ ജപമാല ചൊല്ലും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുക. അങ്ങനെ ഏതാനും നാൾ മാത്രം. അല്ലെങ്കിൽ ചില രോഗങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില തകർച്ചകൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും. വീണ്ടും ഓക്കെ ആയി കഴിയുമ്പോൾ, സാമ്പത്തികം ഓക്കെ ആയി കഴിയുമ്പോൾ, രോഗം മാറിക്കഴിയുമ്പോൾ പഴയ പാപത്തിലേക്ക് പോകുന്ന മേഖലയുണ്ട്. ഇതൊക്കെ ഒരു മലങ്കാക്കയുടെ സ്വഭാവമാണ്. അല്ലെങ്കിൽ അവർ നോമ്പെടുക്കുന്നത്, ചില ആളുകളെ കുറിച്ചൊരു പ്രത്യേകതയുണ്ട്. 50 നോമ്പ് വരുമ്പോൾ, 25 നോമ്പ് വരുമ്പോൾ അവർ നല്ല വിശുദ്ധരെ പോലെയാണ്. അവർ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അവർ പാപമൊക്കെ ഉപേക്ഷിക്കും. ഈ നോമ്പങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ ആളെ അന്വേഷിക്കുമ്പോൾ കാണില്ല, അയാളുടെ പാപത്തിലുണ്ട്. പഴയ പാപങ്ങളും പഴയ കൂട്ടുകെട്ടുകളും പഴയ തിന്മയുടെ മേഖലയൊക്കെ വീണ്ടും ആരംഭിക്കും. 25 ദിവസത്തിന് വേണ്ടി, 50 ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ 8 ദിവസത്തിന് വേണ്ടി, 15 ദിവസത്തിന് വേണ്ടി മാത്രം ദൈവത്തോട് ഒട്ടു നിൽക്കുക, പിന്നീട് പോകുക. അങ്ങനെ ഒരു മേഖലയുണ്ട്. നമ്മുടെ സുഖങ്ങളെയും ആഘോഷങ്ങൾക്കും വേണ്ടി ഓടാനുള്ള ദാഹമാണ്. സുഖങ്ങളെയും ആഘോഷങ്ങളെയും
ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു മേഖലയുണ്ട്. അത് കാലക്രമത്തിൽ നമ്മുടെ ദൈവത്തിൽ ചില സുഖങ്ങളുടെയും സന്തോഷങ്ങളിൽ എന്തും തങ്ങി നിൽക്കാനാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപേക്ഷിക്കാൻ പറ്റിയാൽ ദൈവം വേണം, പക്ഷേ പാപം ഉപേക്ഷിക്കാൻ പറ്റിയാൽ ഈ സുഖങ്ങളിൽ പാപങ്ങളിൽ തങ്ങി ജീവിക്കുന്ന ഒരു മേഖലയുണ്ട്. സുഖങ്ങളിലും പാപങ്ങളിലും തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, ഇത് ഈ ഒരു മലങ്കാക്കയുടെ മനോഭാവമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രാവിനെ കുറിച്ച് പറയുന്നത്. ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ടാണ് ഇറങ്ങുന്നത്. ഈ പ്രാവിനെ വിടുമ്പോൾ ഈ പ്രാവിൻ്റെ ബോധ്യമാണ്, ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി നാട് മുഴുവൻ ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരാനുള്ള ആളാണ്. ആ ബോധ്യത്തോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ മനസ്സിലെന്തായിരിക്കണം? തിരിച്ച് ഈ പെട്ടകത്തിലേക്ക് വരണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഉള്ളിൽ ദൈവം നിറഞ്ഞിരുന്നില്ല എങ്കിൽ, ഉള്ളിൽ ദൈവത്തെ ചേർത്ത് വെച്ചില്ല എങ്കിൽ ലോകം നിന്നെ കീഴടക്കാൻ തുടങ്ങും. പലരെയും ലോകം കീഴടക്കാൻ കാരണം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകം മാത്രം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരും. ഉള്ളിൽ ദൈവം അറിഞ്ഞാൽ, ഉള്ളിൽ ദൈവം ഇരുന്ന് കഴിയുമ്പോൾ, ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹം നിറഞ്ഞാൽ അല്പസമയം പാപത്തിൽ ചെലവഴിക്കാൻ പറ്റില്ല, ഉടനെ ഓടും പാപത്തിൽ നിന്ന്. ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിന്റെ അല്പ സ്വാധീനം അറിയുമ്പോഴേ തന്നെ ഓടും ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടും, അല്ലെങ്കിൽ കുർബാനയിലേക്ക് ഓടും, ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടും. പാപത്തിൽ തുടരാൻ പറ്റില്ല. ആ ഒരു ദൈവാനുഭവം ഇത് പ്രാവിന്റെ മനോഭാവം തന്നെയാണ്. ഏത് പാപ സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ടാൽ ഉടനെ തിരിച്ചു വരും. നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്. മാനുഷികമായിട്ട് അറിയാതെ ചെന്ന് പാപത്തിലൊക്കെ അറിയാതെ ചെന്ന് വീഴാം, അല്ലെങ്കിൽ ഒരു അല്പ സന്തോഷങ്ങളിൽ, നൈമിഷിക സന്തോഷങ്ങളിൽ അല്പം ചെന്ന് പെടാം. ഉടനെ തന്നെ ഈ പ്രാവിന്റെ മനോഭാവം, പ്രാവ് എന്താണ്? ഉടനെ തിരിച്ചു വരണം. ഇതുപോലെ ഈ പാപത്തിന്റെ അല്പ സ്വാധീനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ സുബോധം ഉണ്ടാവുക, ഉടനെ തിരിച്ചു വന്ന് ഉടനെ കൃപയിലേക്ക് വരണം. അല്പം പോലും പാപത്തിൽ കഴിയാൻ പാടില്ല. ദൈവാനുഭവം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. തിരിച്ചു വരണം എന്നുള്ള ദാഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത, അല്പം ദൈവാനുഭവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിലേക്ക് ഓടും, അല്ലെങ്കിൽ അടുത്ത വഴി അവർ അന്വേഷിക്കും. ഒരുപക്ഷെ ധ്യാനം കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പരിത്യാഗം എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉപവസിച്ചിട്ടായിരിക്കാം. അവർ ശക്തമായിട്ട് തിരിച്ചു വരും. ഈ മനോഭാവം, ഈ ഒരു അഭിഷേകം എന്ന് പറയുന്നത്, ഇത് നമ്മൾ സ്വീകരിക്കേണ്ട പ്രാവിന്റെ ഇത് നമുക്കൊരു ഉപമയായിട്ട് നിങ്ങളോട് പറയുന്നുവെങ്കിൽ പോലും ഇതൊരു മനോഭാവം തന്നെയാണ്, തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, ഈ ഇറക്കി വിട്ട ആളിൻ്റെ ഇഷ്ടം എന്തെന്ന് ഈ പ്രാവിന് അറിയുന്നുണ്ട്. അതാണ് ഈ പ്രാവിനെ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ നിൽക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ചു വരും. എന്നാൽ അതിന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് യജമാനന് അടയാളവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ന് ഭൂമി, അതായത് ആ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഇറങ്ങാം എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു അറിവ് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് ഇതാണ്. നമ്മുടെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. ദൈവം നിന്നെ അയച്ചിരിക്കുന്നത്, ദൈവം നിന്നെ നടത്തുന്നത്, ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ എപ്പോൾ ഏത് സ്ഥലത്തായിരിക്കാം, ഏത് സാഹചര്യത്തിലായിരിക്കാലും നിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് നിനക്ക് കഴിയണം. നിന്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ നീ തിരിച്ചറിയാനായിട്ട് കഴിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒരു കൃപയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചിലരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകത, വീടിന്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ വിശുദ്ധരെ പോലെ ജീവിക്കും. വീടിന്റെ അന്തരീക്ഷത്തിൽ ദൈവാനുഭവമുണ്ട്, പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ അതങ്ങ് മാറി പഠിക്കാൻ പോയി ജോലിക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ പിന്നെ ദൈവം ഇല്ലാത്തവരെ പോലെ ജീവിക്കാറുണ്ട്. ചിലരുടെയൊക്കെ ഒരു മനോഭാവമുണ്ട്, ഇവിടെയൊക്കെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ, ഈ നാട്ടിൽ നിന്നൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പിന്നെ പള്ളി പോകേണ്ട കാര്യമില്ല, പിന്നെ ഉപസാരിക്കേണ്ട കാര്യമില്ല. അതൊരു തിന്മയായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഒരു പാപത്തിന്റെ ചിന്താഗതിയാണ്. അല്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ദൈവം മതി, പിന്നെ ദൈവം വേണ്ട, അവിടെ ജോലി അല്ലെങ്കിൽ അവിടെ സുഖിക്കാനുള്ളതാണ്. ഈ ഒരു മനോഭാവം ഒരു തെറ്റായ മനോഭാവമാണ് എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. നമുക്കറിയാം, ഈ ആടിൻ്റെ ദേഹത്ത് ചെളി പറ്റിക്കഴിഞ്ഞൊരു പ്രത്യേകതയുണ്ട്. അത് മരത്തിൽ ഉരച്ചൊരച്ച് ഈ ദേഹത്തുള്ള ചെളി മാറ്റിക്കളയും. അതിനറിയാം, അത് ചെളിയുമായിട്ട് പോകാൻ അതിന് ഇഷ്ടമില്ല. അങ്ങനെ ഇഷ്ടമില്ലാതെ അത് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉരുമി അതങ്ങ് ചെളി മായ്ച്ചു കളയും. എന്നാൽ പന്നിയുടെ ഒരു പ്രത്യേകതയുണ്ട്. പന്നി കിടക്കുന്നത് ചെളിയിലാണ്. അതിനെപ്പോഴും ഈ ചെളിയിൽ തന്നെ കഴിയാനാണ് ആഗ്രഹം. ചിലരെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും പാപത്തിന്റെ സ്വാധീനം ഉണ്ടായാൽ ഉടനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വഴികൾ അന്വേഷിക്കും, ഉപസാരിക്കും, അല്ലെങ്കിൽ പരിത്യാഗമെടുക്കും, പ്രാർത്ഥിച്ച് നല്ല തീരുമാനമെടുക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം പാപത്തിൽ തന്നെ തുടരുന്നതാണ്.
ആത്മശോധന ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഈ മലങ്കാക്കയുടെ മനോഭാവമാണോ ഈ ഭൂമിയിലെ സന്തോഷങ്ങളിൽ ചെന്ന് വീഴുക, അത് അനുഭവിക്കുക, അതിൽ അള്ളിപ്പിടിച്ച് ജീവിക്കുക, അതോ പ്രാവിൻ്റെ മനോഭാവമാണോ ഏതെങ്കിലും പാപത്തിൻ്റെ സ്വാധീനം ഉണ്ടായാൽ ഓടിപ്പോവുക, പാപസാരിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, പാപവഴികളിൽ നിന്ന് ഓടി മാറുക, എപ്പോഴും കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള മനോഭാവമാണ്? നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കട്ടെ. ഉള്ളിലെ വിശുദ്ധിയും ഉള്ളിലെ അഭിഷേകവും ജീവിതത്തിന് അർത്ഥം നൽകട്ടെ. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.